ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു നൈറ്റിയുടെ നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ അതിന് വേണ്ടി 10 ഇഞ്ച് ലെങ്ത്തിലും 11 ഇഞ്ച് വിഡ്ത്തിലും ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ബാക്കി ഈ മാർക്ക് ചെയ്തേക്കണതിൻ്റെ അളവൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ മീതെ വെച്ച് പൈപ്പിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്ത് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കണ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത അളവിൽ ഇത് മാർക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഈ പൈപ്പിംഗ് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഈ പീസെല്ലാം ജോയിൻ ചെയ്ത് ഇത് ഒപ്പം മടക്കി അയൺ ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനെ എടുത്തേക്കണ പീസാണിത്. ഇതുപോലെ ഒപ്പം മടക്കിയേക്കണ പീസാണ്, ക്രോസ് പീസ് തന്നെയാണ്. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഒപ്പം തേച്ചെടുത്തേക്കണതാണ്. എന്നിട്ട് ഈ പീസ് നമ്മൾ ഇനി ഈ മാർക്ക് ചെയ്തേക്കണം ആ ഭാഗത്തു കൂടെ വെച്ചടിക്കും. ഇതേപോലെ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ചെറിയ തുമ്പിട്ട് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പിട്ട് അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മടക്കി വെക്കുമ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണും. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയാട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 വശത്തും ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മീതെയാണ് ഈ പീസ് വരണത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള തയ്യൽ തുമ്പ് ആ പീസിൻ്റെ ഉള്ളിൽ പൊക്കോളും, ആ പൈപ്പിംഗ് പീസിൻ്റെ ഉള്ളിൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു വശത്ത് ഞാൻ ഇവിടെ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ 1 ഇഞ്ച് വീതിയിലാണല്ലോ ഇത് എടുത്തത്. എന്നിട്ട് പകുതി മടക്കി തേച്ചപ്പോൾ 1/2 ഇഞ്ച് കിട്ടി. പക്ഷേ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോലും ഇവിടെ വേണ്ട. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ തയ്യൽ തുമ്പ് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ പതിച്ചടിക്കുമ്പോൾ ആ തയ്യൽ തുമ്പ് പുറത്ത് കാണും. അതൊരു വൃത്തികേടല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ക്രോസ് പീസ് ആയതുകൊണ്ട് ഇവിടെ ചുളുക്കൊന്നും വരില്ല, നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് 2 ഭാഗവും ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെൻറ്ററിൽ ആ പീസ് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെ ഈ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ പോകും കേട്ടോ, ഇങ്ങനെ മടക്കിയടിക്കുമ്പോൾ പതിച്ചടിക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ ഈ പീസ് മുളത്തുള്ള പൈപ്പിങ് ഇതുമലത്തെ കഴിഞ്ഞ് ഇനി നെക്കും താഴെയുള്ള പൈപ്പിങ്ങാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം താഴെയുള്ള പൈപ്പിങ് നമുക്ക് ഇപ്പോൾ ചെയ്യാം. നെക്ക് മുളത്തെ പൈപ്പിങ് നമ്മൾ നൈറ്റി പീസുമ്പോൾ വച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നൈറ്റിയുടെ നെക്കും കൂടിയും അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകും. ഇവിടെയും ഇതേപോലെ തയ്യൽ തുമ്പ് ഈ പൈപ്പിങ്ങിന് എത്ര വീതി ആവശ്യമുണ്ടോ അത്രയും തയ്യൽ തുമ്പ് നമ്മളിവിടെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് തയ്യൽ തുമ്പ് ഇട്ട് മാത്രം അടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. ഈ തയ്യൽ തുമ്പ് നമ്മൾ കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ പൈപ്പിങ്ങിൻ്റെ ഒരു വശം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ, ആ ക്രോസ് പീസിൻ്റെ. കാരണം അത് കവർ ചെയ്ത് അടിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യൽ തുമ്പ് എഴുന്ന് പോരുമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഈ വീതിയിൽ നമുക്കിത് തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ തയ്യൽ തുമ്പ് ഇവിടെ ഈ പൈപ്പിംഗ് ഇവിടെ അടിച്ചെടുക്കാൻ പറ്റും. 4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇട്ടാനുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് അളവിൽ തന്നെ പൈപ്പിംഗ് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പീസ് മുതലത്തെ പൈപ്പിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമ്മളിത് നൈറ്റ് പീസുമ്മ വച്ചടിക്കണം. അതിൻ്റെ സെൻറ്ററും ഈ പീസിൻ്റെ സെൻറ്ററും ഒപ്പം വെച്ചിട്ട് നമ്മളിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാട്ടോ നീങ്ങി പോകാണ്ടിരിക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കുമ്മ പൈപ്പിംഗ് ചെയ്യാം. നമ്മൾ ഈ താഴെ പൈപ്പിംഗ് ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് നെക്കുമ്പഴത്തെ പൈപ്പിങ്ങും. ഇപ്പം ഞാൻ സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചേക്കണത്. നമുക്ക് സെൻറ്റർ ഇതേപോലെ വരച്ചിട്ട് ഒരു പിന്നോ അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ ഒരു ലോങ് സ്റ്റിച്ചിട്ട് അടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നീങ്ങിപ്പോകില്ല. എന്നിട്ട് നെക്ക് ഒന്ന് അതിൻ്റെ ഒപ്പം വെച്ച് അടിച്ചിട്ട് നമുക്ക് ആ നൈറ്റി പീസ് പോലത്തെ നെക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് പൈപ്പിംഗ് പിടിപ്പിക്കാൻ. അപ്പോൾ ഞാനിതോടെ ഇങ്ങനെ വെച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ ഭാഗത്തും അടിച്ച് പിന്നെ പൈപ്പിംഗ് താഴെയുള്ള ഭാഗമില്ലേ അതും നൈറ്റിമേ ചേർത്ത് വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഇനി നമ്മളെ നെക്കുമ്പോഴത്തെ പൈപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇതിന്. അതും ഒരു വശം മടക്കി അടിച്ചിട്ടുണ്ട്, നമ്മൾ താഴെ ചെയ്തില്ല അതുപോലെ. എന്നിട്ട് നെക്കുമ്പോൾ ചെയ്ത് നമ്മൾ കറക്റ്റ് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ച് ഇതേപോലെ കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്.
അപ്പോൾ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ വെളിയിലും കാണില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഒരു വള്ളി അടിച്ച് ഇതേപോലെ ബോ പോലെ വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഇത് നൈറ്റി നെക്ക് മോഡലാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.